ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഷഫിൾ ചെയ്യുകയാണ്. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന യഥാർത്ഥമായ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി, ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്ന് ഈ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെ പോകണമെന്ന് അവർക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ അതിനോട് അനുകൂലമല്ല എന്ന് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സിറ്റുവേഷൻസ് ഒന്നും. അതുപോലെ തന്നെ ചില മാനസിക പൊരുത്തങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്തതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളോട് പൊരുത്തക്കേടുള്ളതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ. അതിന്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി ഈ ഒരു നിമിഷം അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയില്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് അവർക്ക് അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ആ ഒരു കർമ്മത്തിന്റെ ഫലം അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി അവരുടെ ചില വാക്കുകൾ നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ടാകാം. അവർ നിങ്ങളെ അത്രയധികം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില സാഹചര്യം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒരു ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാതിരുന്നിട്ടുണ്ടാവാം. അതായത് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം. അപ്പൊ അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിച്ചു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ പലതവണ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഈ ഒരു വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ട് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും എന്തോ ചില ഫോഴ്സുകൾ അവരിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരിക്കൽ എൻഡായി പോയി എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു പോയ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഈ ഒരു
റീബർത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. മേ ബി ഇത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ്. അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോരോ മൊമെന്റ്സിനെ കുറിച്ചും അവർക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയം എങ്ങനെയായിരുന്നു, പിന്നീട് സെപ്പറേഷനിലായതിനു ശേഷമുള്ള സമയം എങ്ങനെയായിരുന്നു എന്നെല്ലാം അവരൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫീലിങ്സ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് ഇപ്പോൾ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം മേ ബി ആ ഒരു ഫീലിങ്സ് യൂണിവേഴ്സ് തന്നെ അവർക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയ സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണിത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത്തരം പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ സോൾവ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാ രീതിയിലും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ അരികിൽ വരിക തന്നെ ചെയ്യും. വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അപ്പോൾ സംഭവിക്കും. ഈ വ്യക്തി ഇപ്പോൾ അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് നല്ലൊരു ട്രൂ ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോടുള്ളത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു ഇൻറ്റ്യൂഷൻ ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവരെല്ലാം മറന്ന് നിങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു ഭയമാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഡിലേക്ക് കാരണം. അല്ലെങ്കിൽ ആ വ്യക്തി വരാനായിട്ടൊരു താമസം ഉണ്ടാകുന്നത് ആ വ്യക്തിയിലെ ആ ഒരു ചിന്ത മാത്രമാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ മാക്സിമം ക്ഷമിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം അവരത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്നേഹം നൽകിയിട്ടുണ്ടാവില്ല. നിങ്ങളിങ്ങനെ വേദനിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. അപ്പം മേ ബി ആ ഒരു വിഷമിച്ചിരിക്കുന്നതിന്, വേദനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരും. അതിനു മുൻപായിട്ട് ആ വ്യക്തിയോട്, ആ സോളിനോട് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന ഒരു അഫർമേഷൻ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വേദന ആ ഒരു സോളിൽ നിന്ന് മാറിപ്പോവുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും. ആ ഒരു വ്യക്തിയുടെ മുന്നിലല്ല നിങ്ങൾ അല്ലാണ്ട് നിങ്ങൾ ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്ത്, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്തതിന് ശേഷമൊക്കെ ഈ വ്യക്തി എന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വഴി നിങ്ങളുടെ ഒരു സോളും ആ ഒരു വ്യക്തിയുടെ സോളും ഹീലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹീലിംഗ് ആവശ്യമായതുകൊണ്ട് തന്നെയാണ് ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ഹീലിംഗിന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിത് മാക്സിമം എനർജി അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ സോളും അതുപോലെ ആ വ്യക്തിയുടെ സോളും ഹീലാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. നമുക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളൊക്കെ അവരിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, അവർക്ക് വളരെയധികം ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നു.
ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് റീഡിങ് കിട്ടിയതാണ്. അവർക്ക് വളരെ ശൂന്യത അനുഭവപ്പെടുന്നു. ഈ ഒരു സമയത്ത് അവർ ഒത്തിരി മാറിയിരിക്കുന്നു. അവർ ഹാർഡ് ലെസൺസ് ഒക്കെ ഇപ്പോൾ ഒത്തിരി പാഠങ്ങൾ പഠിച്ചു വരികയാണ് എന്നും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. I cannot sleep because of this separation. Hope you will understand me. ഓക്കെ, അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഈ ഒരു സെപ്പറേഷൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു ദ റൈറ്റ് ടൈം. ഓക്കെ, ഇത് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ളതാണ്. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട്, ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അതൊന്നും ഒരിക്കലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ അവരെ വിട്ടിട്ട് പോകുന്നത് ആ ഒരു നിമിഷം മുതൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോയത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനേ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യവും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്ര മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്തു നോക്കാം. Clues related to this reading. Okay. Clues related to this reading. Okay. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ 1989 എന്ന് പറയുന്നൊരു വർഷമാണ്. നവംബർ മന്ത്. ഓക്കെ. റോസ് കളർ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളറായിരിക്കാം റോസ് കളർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടപ്പെട്ട കളറായിരിക്കാം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു ആലപ്പുഴ ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നു. 21 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ Y നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ M കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സോഷ്യൽ വർക്കർ ആയിരിക്കാം. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. 13 ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒത്തിരിയുള്ള ആളുകളായിരിക്കാം. ഹെൽത്ത് ഇഷ്യൂസിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 47 ഓക്കെ. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പേഷ്യൻസ്, ഒത്തിരി ക്ഷമയുള്ള ആളുകളായിരിക്കാം, വളരെയധികം ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 45 ഓക്കെ. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ലോങ് ഡിസ്റ്റൻസ്, നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ അടുത്ത സംസ്ഥാനത്തിലോ ഒക്കെ താമസിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വേറെ എബ്രോഡ് ഏതെങ്കിലും രാജ്യങ്ങളിൽ താമസിക്കുന്നവരുമായിരിക്കും. 1980 ഓക്കെ. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നമ്പർ 30 ഓക്കെ. നമ്പർ 33, നമ്പർ 12 ഓക്കെ. ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒത്തിരി ആളുകൾ കമൻറ്റ് വഴി വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നൽകി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒത്തിരി റെസിനേറ്റ് ആകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ഒക്കെ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.